ഓക്കെ, മോഡൽ എക്സാമിൻ്റെ 10ാമത്തെ ചോദ്യമാണ്. സോൾവ് 5x മൈനസ് 10 ലെസ് ദൻ ഓർ ഈക്വൽ ടു 5 n x ഈസ് എ നാച്ചുറൽ നമ്പർ. തന്നിരിക്കുന്ന ഇന്നീക്വാളിറ്റി 5x മൈനസ് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് -10 റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അപ്പോൾ 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 പ്ലസ് 10, 5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 15 ഡിവൈഡഡ് ബൈ 5, എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? എക്സിൻ്റെ വാല്യൂ 3യോ 3നേക്കാളും ചെറുതോ എന്നുള്ള മീനിങ്ങിലാണ്. ഇവിടെ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കണം, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൊല്യൂഷനിൽ ആര് മാത്രം എഴുതിയാൽ മതി? നാച്ചുറൽ നമ്പേഴ്സ് മാത്രം എഴുതിയാൽ മതി. നമ്മൾ ഇൻ്റർവെലായിട്ടൊന്ന് റെപ്രസെൻറ്റ് ചെയ്യേണ്ട. അപ്പോൾ 3ഓ 3നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പേഴ്സ് ആരൊക്കെ? 3 എടുക്കാം, 2 എടുക്കാം, 1 എടുക്കാം. ഇപ്പോൾ 3, 2, 1 ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ കൂടെ സെക്കൻഡ് പാർട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു. 3 ഇൻറ്റു 2x പ്ലസ് 1 ഗ്രേറ്റർ ദാൻ 8x പ്ലസ് 11. അത് നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. 3 ഇൻറ്റു 2x 6x, 3 ഇൻറ്റു 1 3 ഗ്രേറ്റർ ദാൻ 8x പ്ലസ് 11. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ് ഉള്ള ടേംസ് ഒരുമിച്ചെടുക്കണം. അപ്പോൾ 6x, ഈ 8x ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ -8x ഗ്രേറ്റർ ദാൻ, റൈറ്റ് സൈഡിൽ ഓൾറെഡി 11 ഉണ്ട്, ഈ 3 റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ -3. 6x മൈനസ് 8x എന്ന് പറയുമ്പോൾ -2x ഗ്രേറ്റർ ദാൻ 11 - 3 എന്ന് പറയുമ്പോൾ 8. അപ്പോൾ ഇനി എക്സിൻ്റെ വാല്യൂ കിട്ടാൻ 8 ഡിവൈഡഡ് ബൈ -2 എന്ന് വരും അല്ലേ? -2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം നെഗറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇന്നീക്വാളിറ്റി റിവേഴ്സ് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ -4 എന്ന് വരും. അപ്പോൾ മീനിങ് എക്സിൻ്റെ വാല്യൂ -4നേക്കാൾ കുറവ്. അപ്പോൾ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ -∞ ടു ഇൻഫിനിറ്റി -4 മാർക്ക് ചെയ്തു. ഇനി എന്താ വേണ്ടേ? -4നേക്കാളും ചെറുതല്ലേ, ലെസ് ദാൻ. അപ്പോൾ ലെഫ്റ്റിലേക്ക്. ഇനി -4ൻ്റെ അവിടെ ഒരു സർക്കിൾ വരയ്ക്കും. ഇവിടെ ഒരു ഈക്വൽ സിമ്പിൾ ഇല്ല, അതുകൊണ്ട് നമ്മളിത് ഷെയ്ഡ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു ഈക്വൽ സിമ്പിളും കൂടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഷെയ്ഡ് ചെയ്യും. ഇനി അതിനേക്കാളും ചെറിയ നമ്പേഴ്സ് എന്ന് കാണിക്കാനായിട്ട് ലെഫ്റ്റിലേക്കുള്ള പോർഷൻ ഡാർക്കൻ ചെയ്യുക. ഇനി ഇത് ഇൻ്റർവെലായിട്ട് എഴുതാനായിട്ട് -∞ തൊട്ട് -4 വരെ. ഇൻഫിനിറ്റിയുടെ അവിടെ എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും. ഇവിടെ ലെസ് ദാൻ മാത്രം ഉള്ളത് കൊണ്ട് റൈറ്റ് സൈഡിലും ഓപ്പൺ ബ്രാക്കറ്റ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ മോഡലല്ല ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുകയാണ്. വീഡിയോയ്ക്ക് ലെങ്ത് ഒരല്പം കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: സോൾവ് എക്സ് പ്ലസ് 11 ബൈ എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇതൊരു ഫ്രാക്ഷനാണ്. ഈ ഫ്രാക്ഷൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 വരണം. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ 0 വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ആ ഫ്രാക്ഷൻ എന്താണെന്ന്? ഫ്രാക്ഷൻ പോസിറ്റീവ് ആകണം. അപ്പോൾ ഫ്രാക്ഷൻ പോസിറ്റീവ് ആകുന്നത് എപ്പോഴാണ്? ന്യൂമറേറ്ററിലെ നമ്പറും ഡിനോമിനേറ്ററിലെ നമ്പറും പോസിറ്റീവ് ആയാൽ പോസിറ്റീവ് ബൈ പോസിറ്റീവ് വരും, ഗ്രേറ്റർ ദാൻ 0 വരും. അല്ലെങ്കിലോ രണ്ട് നമ്പറും മേളിലും താഴെയും നെഗറ്റീവ് വന്നാൽ മതി. അപ്പോൾ മൈനസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 വരും. അപ്പോൾ ഇതിന് 2 കേസസ് ആണ് വരുന്നത്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഏതാ? ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ രണ്ടും എന്താവണം? ഗ്രേറ്റർ ദാൻ 0. അതായത് എക്സ് പ്ലസ് 11 ഗ്രേറ്റർ ദാൻ 0 ആവണം, ആൻഡ് എക്സ് മൈനസ് 3യും ഗ്രേറ്റർ ദാൻ 0 ആവണം. ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ -11. ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3. ഇനി ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം. എക്സിൻ്റെ വാല്യൂ -11നേക്കാളും വലുതായിരിക്കണം, +3നേക്കാളും വലുതായിരിക്കണം. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നത്, അതായത് ഇവിടെ ഒരു -11 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. എക്സിൻ്റെ വാല്യൂ 3നേക്കാൾ -1നേക്കാൾ വലുതെന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലുത് വരണം, 3നേക്കാൾ വലുത് വരണം എന്ന് പറയുമ്പോൾ 3യുടെ റൈറ്റ് സൈഡ്. അപ്പോൾ രണ്ടിനും കോമൺ പോർഷൻ ഏതാ? 3 തൊട്ട് ഇൻഫിനിറ്റി. അപ്പോൾ ഈ ഫസ്റ്റ് വണ്ണിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ ഫസ്റ്റ് കേസിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 3 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ്. ഇനി സെക്കൻഡ് കേസ് എന്താണ്? സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഈ ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ 0 ആവാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നെഗറ്റീവ് ആയാലും മതി. അപ്പോൾ നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോസിറ്റീവ് വരും, അതായത് ഗ്രേറ്റർ ദാൻ 0 വരും. അതായത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ രണ്ടും ലെസ് ദാൻ 0 നെഗറ്റീവ് വന്നാൽ മതി. അതായത് എക്സ് പ്ലസ് 11ൻ്റെ വാല്യൂ ലെസ് ദാൻ 0 വരണം, ആൻഡ് എക്സ് മൈനസ് 3യുടെ വാല്യൂവും ലെസ് ദാൻ 0 വരണം.
എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എക്സ് ലെസ് ദാൻ -11 എക്സ് ലെസ് ദാൻ 3 എന്ന് വരും. ഇത് രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -11 ഉണ്ട് 3 ഉണ്ട്. -11 ചെറുതായിരിക്കണം, -3 ചെറുതായിരിക്കണം. രണ്ടും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് പോർഷൻ? -∞ തൊട്ട് -11 വരെ. അപ്പോൾ കോമൺ സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ ഈസ്, രണ്ടും കൂടെ യൂണിയൻ എടുക്കുക, -∞ to -11 യൂണിയൻ 3 to ∞. ഓക്കെ.